ഈസി ഗാർഡനിങ്ങിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മുറ്റത്തുണ്ടായി നിൽക്കുന്ന പൂക്കളെ കാണിക്കാനായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എല്ലാ സാധാരണ പൂക്കൾ തന്നെയാണ് കേട്ടോ, വിശേഷപ്പെട്ട പൂക്കളൊന്നുമില്ല. എങ്കിലും നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന പൂക്കളെ എല്ലാവരെയും കാണിക്കുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷം തോന്നുമല്ലോ, അതിനുവേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പൂക്കളെ കാണാം അല്ലെ. ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്ന റോസിയുടെ പൂവിനാണ് കേട്ടോ. നല്ല വെയിലിന് ഇഷ്ടപ്പെടുന്ന, വെള്ളം അത്യാവശ്യമൊക്കെ വേണം, അങ്ങനെയുള്ള നല്ല ഭംഗിയുള്ള പൂവാണ് റോസിഡ. അപ്പൊ ഈ റോസിഡ പൂവിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് നമ്മുടെ ബാറ്റ് ഫ്ലവർ ആണ്. ബാറ്റ് ഫ്ലവർ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു അത്ഭുതം തോന്നിക്കും. എന്താണ് പ്രകൃതിയുടെ ഒരു വരദാനമാണ് ഓരോ ചെടികളും ഓരോ പൂക്കളും അല്ലെ. ഇത് അതുപോലെ തന്നെ വവ്വാലിനെ പോലെ ഇരിക്കുന്നത് കൊണ്ട് അതിന് വവ്വാൽ പൂവെന്ന് പേര് വന്നു. അപ്പൊ എന്റെ കയ്യിൽ ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ. ഇതിപ്പോ ഒരു 4-5 ദിവസമായിട്ട് ഉണ്ടായി നിൽക്കുന്ന പൂവാണ്. അതിന്റെ അവസാന സമയത്തോട് അടുക്കുന്ന ഒരു നേരത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അത്യാവശ്യം വെള്ളവും വെയിലും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് വവ്വാൽ പൂവ്. 365 ദിവസവും പൂക്കൾ തരുന്ന ഒരു അതിമനോഹരിയാണ് ഈ ഹാംലിയ ചെടികൾ. ഇതിന്റെ പൂ തന്നെ നോക്കിക്കുക, എന്തൊരു ഭംഗിയാണ് കാണാൻ. ഇത് പല ഷേപ്പിലും നമുക്ക് വെട്ടി നിർത്താവുന്ന ഒരു ചെടിയാണ്. ചട്ടിയിലും അതുപോലെ തന്നെ നിലത്തും ഒക്കെ നടാൻ പറ്റിയ ഒരു ചെടിയാണ്. അത് മാത്രമല്ല, അത്യാവശ്യം വെയിലും മതി, ഒരുപാട് വെയിലൊന്നും ഇല്ലെങ്കിലും ഇതിലെന്നും പൂവാണ്, എന്നും പൂക്കൾ തരുന്ന ഒരു റസ്റ്റ് ഓറഞ്ച് കളർ ഉള്ള ഒരു പൂവാണ് ഇത്. കളറാണ് ഇതിൻ്റെത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് നല്ല ബുഷിയായിട്ടൊക്കെ വെട്ടി നിർത്തിയാൽ കുറച്ചുകൂടെ ഭംഗിയാണ്. അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് വയലറ്റ് മുല്ലയാണ്. നല്ല ഭംഗിയാണ്. ഈ പച്ചയും ഈ വയലറ്റും കൂടി കലർന്ന ഒരു കോമ്പിനേഷൻ തന്നെ എന്ത് രസമാണ് അല്ലെ. നല്ല വെയിലിനെ ഇഷ്ടപ്പെടുന്ന, അത്യാവശ്യം വെള്ളമൊക്കെ വേണ്ട, എന്നാൽ ഒത്തിരി കെയറിംഗ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് നമ്മുടെ ഈ വയലറ്റ് മുല്ല. ചെറിയൊരു കട്ടിങ് കൊണ്ട് തന്നെ നമുക്ക് പിടിപ്പിക്കാൻ പറ്റുന്ന ഈ ചെടിക്ക് ഡിമാൻഡ് ഏറെയാണ്. കാരണം ഇതിന്റെ ആ ഒരു കോമ്പിനേഷനും എന്നും പൂവും ഒക്കെ കാണുമ്പോൾ തന്നെ ആളുകൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ചെടി. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ചെടിയാണ് കേട്ടോ ഈ ഡ്യൂറൻഡോ ഫ്ലവർ. ഇതിൻ്റെ ഈ ഭംഗി കാരണമായിരിക്കാം ആളുകൾ ഇത്രയധികം ഇത് ആകർഷിക്കുന്നത്. ഈ ഒരു വയലറ്റ് നോക്കിക്കുക, ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വയലറ്റ് ആണ്. വയലറ്റും പച്ചയും കോമ്പിനേഷൻ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു, നമ്മുടെ വയലറ്റും മുല്ല അതേ കോമ്പിനേഷൻ തന്നെയാണ് ഇതിൻ്റെതും. ഒരു പ്രത്യേക ഭംഗിയാണ്. എന്നും പൂക്കളാണ്. വെയിലെന്നോ മഴയെന്നോ മഞ്ഞെന്നോ ഉള്ള വ്യത്യാസമില്ല. എന്നും പൂക്കൾ തരുന്ന ഒരു വളരെ സുന്ദരിയാണ് ഡ്യൂറൻഡോ. വളരെ കെയർഫുൾ ആയിരിക്കേണ്ട ഒരു ചെടിയാണ് ഈ ബിഗോണികൾ. പക്ഷേ ഈ നാടൻ ബിഗോണികൾക്ക് യാതൊരു കെയറിങ്ങും ആവശ്യമില്ല. അവരിങ്ങ് വളർന്നോളും. വെയിലായാലും മഴയായാലും അവർക്ക് ഒരു പ്രശ്നവും ഇല്ല. പലപ്പോഴും കുറച്ച് വളവും അതുപോലെ തന്നെ വെള്ളവും ഒക്കെ കൊടുക്കണമെന്ന് മാത്രം. അതുപോലെ ഇത് നോക്കിക്കുക, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് പൂക്കളാണ് ഇതിൻ്റെ. ഈ പൂ തന്നെ ആരെയും കൊതിപ്പിക്കും. പച്ച നിറത്തിൽ ഈ പിങ്ക് നിറം വല്ലാതെ ഒരു സന്തോഷം നമുക്ക് തരുന്നുണ്ട് അല്ലേ. അപ്പോൾ മനോഹരിയായ ഈ ഒരു ബിഗോണിയെ കണ്ടോളൂ. അതുപോലെ തന്നെ ഒരു സൂപ്പർ ബിഗോണിയെ കൂടി കാണിച്ചു തരാം കേട്ടോ. ഇത് റെഡാണ്, അതിൻ്റെ അപ്പുറത്ത് പിങ്ക് നിൽക്കുന്നുണ്ട്. ഈ റെഡിൻ്റെ ഒരു പ്രത്യേകത അറിയാവോ? ഇത് ഈ ലീഫിൽ തന്നെ ഈ ഡോട്ട്സ് ഉണ്ട്. അത് തന്നെ എന്തൊരു ഭംഗി. ഈ ലീഫ് തന്നെ കാണുമ്പോൾ തന്നെ ആഹാ ഇത് കൊള്ളാലോ എന്ന് വിചാരിക്കും. അപ്പോഴാണ് വളരെ സുന്ദരികളായ പൂക്കളും അതിനുണ്ടായി കിടക്കുന്നത്. എപ്പോഴും പൂക്കൾ തരുന്ന ഈ ഒരു ബിഗോണിയ നമുക്ക് നട്ടുപിടിപ്പിക്കാനും എളുപ്പമാണ്. ഇതിന്റെ കമ്പുകൾ വെച്ചിട്ട് നമുക്ക് പുതിയ ചെടികളെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതേ പിങ്കിന്റെ പൂ നോക്കിക്കേ, ഇതിങ്ങനെ കുറച്ചൊക്കെ കൊഴിഞ്ഞു പോയി എങ്കിൽ പോലും ദേ വളരെ സുന്ദരിയാണ് ആ പിങ്ക്. അപ്പൊ നല്ല ഭംഗിയുള്ള ഈ ബിഗോണിയെ നിങ്ങൾക്ക് ഇഷ്ടമായ ഇത് നോക്കിക്ക്, നല്ല ഭംഗിയുള്ള ഒരു ബ്രോംലിയാഡ്. നല്ല കളറാണ്, നല്ല ചാമ്പക്കയുടെ കളറാണ്. ഇവിടെ നിറച്ച് ചാമ്പക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ചാമ്പക്കയുടെ നിർമ്മല പൂവാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് ഒട്ടും തന്നെ കെയറിങ് വേണ്ട. പാവമാണ്. നമുക്ക് എവിടെ നിർത്തിയും ഇതിനെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് പറ്റും. അങ്ങനെയുള്ളൊരു ചെടിയാണ്, നല്ല പൂവാണ്.
നാടൻ പൂക്കളാണെങ്കിലും ഇന്നത്തെ പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ളതാണല്ലേ. നമുക്ക് മനസ്സിന് വല്ലാത്ത സന്തോഷം തരുന്നവയാണ് ഈ മുറ്റത്തുണ്ടാകുന്ന പൂക്കൾ. അവയെ കാണുമ്പോൾ തന്നെ എന്താ ഒരു സന്തോഷവും ഉന്മേഷവും ഉത്സാഹവും ഒക്കെ. അപ്പൊ ആ ഒരു ഉത്സാഹം നിങ്ങളിലേക്കും കൂടി പകരുവാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല നല്ല ചെടിക്കാഴ്ചകളുമായിട്ട് ടീച്ചർ വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ.